പോനെ പോന്റെ പരമണിയൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നാ. ഉപ്പാനെ ഞാൻ വിളിച്ചോണ്ട് വന്നാ. ഉപ്പാനെ നമ്മുടെ ഈ ഉപ്പാനെ എത്ര കൊല്ലം ചെയ്തു നമ്മുടെ ഈ കൃഷി മണിയമ്പാട് എത്ര കൊല്ലം ചെയ്ത കൃഷി? ചെറുപ്പം മുതലേ അപ്പാനായിരുന്നു നമ്മുടെ ആ കാണുന്ന ആ മോട്ടോർ. ഈ മണിയമ്പാട് ഞങ്ങളുടെ ഈ മണിയമ്പാടത്തെ കൃഷി വർഷങ്ങളായിട്ട് ഈ ഉപ്പാനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. വേപ്പാൻ എന്ന് പറയും, ഓതറ. അപ്പാൻ ഒരു പുതിയ പെര പണിയുമാണ്, അത് കൂടെ കാണാനായിട്ടും കൂടെ ഞാൻ വന്നതാണ്. അപ്പാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കൃഷിയെക്കുറിച്ച് ഒരു 2 വാക്ക് ചോദിക്കാനായിരുന്നു. അന്ന് 12-18 അല്ലേ അന്നൊക്കെ കൃഷിയൊക്കെ? പിന്നെ പവിഴം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? പവിഴം അല്ലേ? പവിഴമായിരുന്നു അന്ന്. നല്ല വിളവായിരുന്നു അല്ലേ? അന്ന് നല്ല വിളവായിരുന്നു. എത്ര കൊല്ലം നടത്തി കൃഷി അപ്പാൻ ഈ മോട്ടോർ പിടിച്ച്? 20 കൊല്ലം നടത്തി അല്ലേ? ഓ ശരി. അപ്പം തന്നെ അത് ഈ മോട്ടറിൻ്റെ വർക്കും എല്ലാം തന്നെ അല്ലേ? ഈ കംപ്ലൈൻറ്റും ഒക്കെ മാറി, ബെൽറ്റും ഒക്കെ എപ്പോഴും ഈ മോട്ടറിനൊക്കെ ഓരോ കംപ്ലൈൻറ്റ് വരും മോട്ടോർ കറയിലെ. അതെല്ലാം ഉപ്പാൻ തന്നെ നന്നാക്കും. കവല പൊടിമില്ലും ഉണ്ട്, അന്നുമുണ്ട് ഇന്നും ഉണ്ട്. ഇപ്പം അപ്പാന് പ്രായത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇപ്പം എത്ര വയസ്സായി? 80 വയസ്സായി. ഇപ്പം കടയിലോട്ടൊന്നും പോകുന്നില്ല, കൃഷിയായിട്ടും സജീവമായിട്ടില്ലെങ്കിലും കൃഷിയൊക്കെ വളരെ താല്പര്യമാണ്. അപ്പം എൻ്റെ വീടിന് മുമ്പിൽ ഉള്ള കണ്ടത്തിൽ നിന്നാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മണിയമ്പാടം സുഹൃത്തുക്കളെ, ഇളകാലായിലെ. അപ്പോൾ അവിടെ പെരപണിയുടെ സംബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടക്കുക, കല്ലുകെട്ടൊക്കെ നടക്കുക, കരിങ്കല്ല് കെട്ട്. അതാണ് കേട്ടോ ഞങ്ങളുടെ മണിയമ്പാടത്തിൻ്റെ ഒരു അകലക്കാഴ്ച. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ പൂട്ടുമായിരിക്കും അല്ലേ ഇവർ? ഓണാകുമ്പത്തേനും പൂട്ടും. നമുക്ക് നേരെ വാതിൽക്കൽ കൃഷി കാണാം അല്ലേ? അപ്പാൻ അന്ന് പണ്ടും അപ്പാൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു. വർഷങ്ങളായിട്ട് ഈ കണ്ടത്തിൻ്റെ സൈഡിലാണ് അപ്പാനും കുടുംബങ്ങളും കുറേ വീട്ടുകാരുണ്ട്, അപ്പുറം ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. ഓതറ നിങ്ങളുടെ അച്ഛൻ അനിയൻ വേറെ ആരെങ്കിലും കൃഷിയായിട്ട്? മോഹൻച്ചനുണ്ടായിരുന്നല്ലേ? മോഹൻച്ചനൊരു അനിയനുണ്ട്. ആ പുള്ളിക്കും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് സംബന്ധിച്ച് ഞാൻ ഇന്നാളത്തെ താറാവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത വള്ളം ഊതി പോകുന്ന ചേട്ടൻ, അത് ഈ ഒപ്പാൻ്റെ അനിയനാണ്, മോഹൻച്ചായ എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ അതെ ചായൻ്റെ കാലം മുതൽ കൃഷിയാണ്. എത്ര വർഷമായല്ലേ? വർഷങ്ങളായിട്ട് കൃഷിയായിരുന്നു. വീഡിയോയ്ക്ക് ഒരു തെളിച്ചക്കുറവാണ്, ഈ വെയിലുള്ളതുകൊണ്ടായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഉപ്പാൻ സുഹൃത്തുക്കളെ. ചെറിയ കാഴ്ചകളായിട്ട് വന്ന മോഹൻച്ചനിപ്പം കൃഷി താറാവുണ്ടെന്ന് തോന്നുന്നല്ലേ? മോഹൻച്ചന് താറാവുണ്ട്. ഇപ്പം മേലാഴിയെല്ലാം മാറി വന്നെന്ന് തോന്നുന്നല്ലേ? മേലാഴിയെല്ലാം മാറി. ഇതാണ് ഞങ്ങളുടെ ഇനിയിപ്പോൾ ഓണത്തിന് ഞങ്ങളുടെ ഈ കണ്ടം പൂട്ടുമായിരിക്കും, പൂട്ടിയിടും. നമ്മുടെ കൃഷി ഇറക്കുന്ന ഏത് മാസം ഇവിടെ? തുലാമാസത്തിൽ ഇവിടെ കൃഷി ഇറക്കുന്നത്. ഇത് പുഞ്ചയല്ലേ? നമ്മുടെ പുഞ്ചപ്പാട. നമ്മുടെ എത്ര ഏക്കറാണ് നമ്മുടെ ഈ കണ്ടം? 18 ഏക്കറോ? അല്ല 18ആണോന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് 20 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു ഏക്കർ. ഇപ്പം അത്ര ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇപ്പം കൃഷി ഇച്ചിരി കുറഞ്ഞു. ഇവിടെ 40 ഏക്കറായിരുന്നു നേരത്തെ മണി. ഓ ശരി. നമ്മുടെ ഈ തോടിന് ഇക്കരയും അക്കരയും കൂടെ കൂടിയോ? ഇപ്പം അക്കരെ വേറെ പാടാണ് അല്ലേ? അക്കരെ വേറൊരു പാടാണ്. അതൊരു സെമിനാരിയാണ് അച്ഛന്മാരുടെ പഠിക്കുന്ന പിള്ളേരുടെ. ആ സൈഡിൽ വേറൊരു ഈ തോടിനക്കരയാണ് ആ കെട്ടിടം. അവിടെ വേറൊരു പാടാണ് ഇപ്പം. നേരത്തെ ഒന്നിച്ച് കിടന്നു നമ്മുടെ മണിയമ്പാടായിട്ട്. ഞങ്ങൾ ദൂരെ കാണുന്നു ചെമ്പ്രപ്പള്ളി, അതും വേറൊരു പാടശേഖര അങ്ങ് ദൂരെ. അതായത് ആ കാറ് പോകുന്ന കണ്ടില്ലേ? അതിന് ഇപ്പറേ സൈഡ് വേറൊരു പാടാണ്. അതിങ്ങനെ കൊല്ലാട് വരെ 6 വരെ കിടക്കുക നമ്മുടെ ഈ പാടം അല്ലേ? കൊടൂരാറ് വരെ എന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ടല്ലേ? 3 അല്ല. ഇതാണ് ഞങ്ങളുടെ മണിയമ്പാടത്തെ ചെറിയ വിശേഷങ്ങൾ. നമ്മുടെ ഉപ്പാനായിട്ട് ഉപ്പാൻ പ്രായാധിക്യം കൊണ്ട് ഇച്ചിരി മേലാഴിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വിളിച്ചപ്പോൾ അപ്പാൻ ഇപ്പോൾ എവിടെയല്ല, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത്. പരിപാടി തീർന്നു വരുന്നുണ്ട്. അപ്പറേ 5 മോട്ടോർ കറയാണ് നമ്മുടെ ഈ മണിയമ്പാടത്തോ? 5
എനിക്കൊരു 3 എണ്ണം വരെ അറിയാം. 5 മോട്ടർ കറിയുണ്ടല്ലേ? ആ 5 മോട്ടർ കറി ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പാടശേഖരത്തിൻ്റെ സമീപപ്രദേശങ്ങളിലായിട്ട്. അതെല്ലാം ഓരോരോ ആളുകളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. എന്നാലും കൃഷി എപ്പോഴും നാടിന് ഐശ്വര്യമാണ്. അതെ. അപ്പോൾ അപ്പാനെ പെരുമണിയൊക്കെ പെട്ടെന്ന് തീരട്ടെ, നമുക്ക് കയർത്താമസമൊക്കെ അടിച്ച് പൊളിച്ചേക്കാം അല്ലേ കോച്ചാ? അടിച്ച് പൊളിച്ചേക്കാം. അന്നേരം നമ്മളിത് പുതിയ കൃഷി ഇറക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കയർത്താമസം. മിക്കവാറും ചിങ്ങത്തോടുകൂടി ഞങ്ങളുടെ ഈ വീട് കയർത്താമസമാവും. ചിങ്ങത്തോടുകൂടി ഇതാണ് അപ്പാൻ്റെ പുതിയ വീടിൻ്റെ അടുത്ത് വന്നാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഞങ്ങളുടെ ഓതർത്തെ വേപ്പാൻ എന്ന് പറയും.